ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒരു അവിഹിത സഖ്യം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. സി പി എം വർഗീയവാദികളാണ്, സി പി എം കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്, സി പി എം അഴിമതിയുടെ ആളുകളാണ്. ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം. കേരളത്തിൽ ഒരു വലിയ ശക്തിയായി ഞങ്ങൾ മാറും. നമ്മൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത്. നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ AP അബ്ദുള്ളക്കുട്ടി ഒരു പാട്ട് പാടിയിരുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട്. പക്ഷെ അന്ന് ഇത് അത്ര വലിയ ഒരു പ്രചാരത്തിലൊന്നും വന്നിരുന്നില്ല. അത് മാത്രം കട്ട് ചെയ്ത് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. അതിനുശേഷം ആ പാട്ടങ്ങ് വൈറലാകുന്ന ഒരു സാഹചര്യം. പക്ഷേ പിന്നീട് അത് UDF ആണ് ഏറ്റെടുത്തത്. പാർലമെന്റിന് മുന്നിൽ പോലും വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് പാടുന്ന കാര്യം. അതിനെതിരെ ഇപ്പോൾ പരാതിയും പോയിരിക്കുകയാണ്. അതായത് ഒരു ഭക്തിഗാനത്തെ പാരഡിയാക്കി ഒരു രാഷ്ട്രീയ വിശ്വാസിയുടെ ഒരു മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ പാട്ടും അത് BJPക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ എതിരെയാണെങ്കിൽ ഉറപ്പായും ഒരു ഒരു ശബരിമലയുമായുള്ള ഒരു പാട്ട്, ഒരു ഹൈന്ദവ പാട്ട് അത് പാരഡിയാക്കി എന്നതിനെതിരെ BJP രംഗത്ത് വരുമായിരുന്നില്ലേ? അല്ല, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ പാരഡി ഗാനങ്ങളിലൊക്കെ പതിവാണ്. അത്തരമൊരു കാര്യമായിട്ട് കണ്ടാൽ ഇത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പാട്ടല്ല, വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന കൂള സംഘത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ഗാനമായിട്ടാണ് കാണുന്നത്. അത് ജനങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ചെയ്തിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമൊക്കെ UDFന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീട് കയറി ജനങ്ങളത് ബോധ്യപ്പെടുത്തും. ജനങ്ങൾ കൃത്യമായി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വികസനത്തിൻ്റെ വിഷയത്തിൽ ശരിയായ നിലപാടെടുത്തവരാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്കറിയാലോ, എല്ലാ വീടുകളിലും എല്ലാ സ്ഥലത്തും എത്തുന്നതിലൊക്കെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് ഒരുപാട് പ്രവർത്തക പ്രാദേശിക തലത്തിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഫലം ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു മുൻതൂക്കം UDFനുണ്ട്. ഏതാണ്ട് 75-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. LDFും ഒരു 62-ലധികം സീറ്റുകളിൽ ഉണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇതേ ചിത്രം തന്നെ ആയിരിക്കുമോ? UDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? VD സതീശനും രമേശ് ചെന്നിത്തലൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ 100-110 സീറ്റ് നേടുന്നല്ലേ. ഇപ്പോൾ കുത്ത കുറഞ്ഞല്ലേ, 80 80 70 സംതിങ്. അതെ. അപ്പോൾ ഇത് കാണിക്കുന്നത് ജനങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭ പാറ്റേണല്ല തദ്ദേശത്തിൽ, നിയമസഭയിലും മറ്റായിരിക്കും. നിയമസഭയിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വികസിത കേരളം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടും സോഷ്യൽ മീഡിയയിലൊക്കെ AP അബ്ദുള്ളക്കുട്ടിയുടെ പലവിധ വികസനത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ നടപ്പാവുന്നതാണോ ശരിക്കും? അതൊക്കെ അപ്പോൾ ഒരു വികസന കാഴ്ചപ്പാട് ഉയർത്തിയിട്ടാണ് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലൊരു വലിയ ശക്തിയായി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി മാറും. കാരണം BJPയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമ്മൾ നന്നായി പ്രവർത്തിച്ചെടുങ്ങളിൽ നിന്ന് നന്നായി നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ ഒരു നല്ല വർക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് നടത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും. ഇപ്പം വികസിത ആശയങ്ങൾ ആകർഷിച്ചിട്ടാണല്ലോ ഞാനൊക്കെ നരേന്ദ്രമോദിയുടെ ഫാനാകുന്നത്. ഇപ്പോൾ ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഒരു അഖില ലോക ഫാൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി മാറിയിട്ടുണ്ട്, അംബാസഡറായി മാറിയിട്ടുണ്ട്. അപ്പം
ഈ വികസന കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ സമൂഹത്തിലെ പ്രൊഫഷണൽസും അതുപോലെ തന്നെ വ്യവസായികളും വ്യാപാരികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ചില കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ജില്ല സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഒരുപാട് വികസന സങ്കല്പങ്ങളുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾക്ക് ഒരവസരം തരികയാണെങ്കിൽ ഞങ്ങൾ കേരളത്തെ മാറ്റിമറിക്കും, യാതൊരു സംശയമില്ല. ഇപ്പോൾ കേരളത്തിലെ വ്യവസായത്തിൻ്റെ ഒരു ശവപ്പറമ്പാക്കി മാറി. ആരാ മാറ്റിയത്? LDF UDF ആണ്. ഇവിടെ ഹർത്താൽ, ബന്ദ്, നോക്കുകൂലി ഇതൊക്കെ കൊണ്ടാണ് കേരളം ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ കേരളത്തിലെ നിരാശരാണ് ആളുകൾ. പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പണിയെടുക്കാൻ വേണ്ടി. പണ്ട് പണിയെടുക്കാനേ പുറത്തു പോകും, ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. നരേന്ദ്രമോദി ടീമിനെ കേരളത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ വ്യവസായം തിരിച്ചുകൊണ്ടുവരും. വൻകിട വ്യവസായത്തിന് കേരളത്തിൽ വലിയ സ്കോപ്പില്ല. പക്ഷേ ITC, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷന് ഇനിയും സാധ്യതയുണ്ട്. നമ്മുടെ മിടുക്കന്മാരൊക്കെ അങ്ങ് കാലിഫോർണിയയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലെയും IT പാർക്കുകളിലാണ്. അവിടുത്തെ എക്സ്പീരിയൻസ് ആയിട്ട് അവരെ ആ പഴയ തലമുറേനെയും കൊണ്ടുവരിക. ഞങ്ങൾക്കൊരധികാരം തന്നാൽ ഞങ്ങൾ IT വ്യവസായം കുടിൽ വ്യവസായമാക്കി മാറ്റും. ഞങ്ങൾക്കൊരവസരം തന്നാൽ മോദിയുടെ ഒരു വലിയ സ്വപ്നമുണ്ട്, അതായത് സെമി കണ്ടക്ടറിൻ്റെ ഹബ്ബാക്കി ഇന്ത്യ മാറ്റണം. അതിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം. കേരളത്തിൽ വ്യവസായത്തിന് ഇതുപോലെ ഒരു ന്യൂ ജനറേഷൻ വ്യവസായത്തിന് വൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്കൊരവസരം തന്നാൽ ആ ഒരു വലിയ ഡെവലപ്മെൻറ്റാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ കൃഷി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. LDF UDF ഒരു കാഴ്ചപ്പാടില്ല. 8.5 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി ഉണ്ടായത് ഇപ്പോൾ 2.25 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇനി കൃഷിക്ക് ഭാവിയില്ല. ഞങ്ങൾ പറയുന്നത് കൃഷിക്ക് ഭാവിയുണ്ട്. കാരണം കൃഷിയെ നമുക്ക് ഹൈടെക് ആക്കണം. ഇപ്പോൾ അതിന് നല്ലൊരു മോഡൽ ലോകത്തുള്ളത് ഇസ്രയേൽ ടെക്നോളജിയാണ്. കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയോടെ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് ലോകത്തെ പഠിപ്പിച്ചവരാണ് മരുഭൂമിയിൽ കനകം വിളയിച്ച ഇസ്രയേലികൾ. ആ ടെക്നോളജി ഇവിടെ കൊണ്ടുവരണം. ഈയിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ കാശ്മീരിലെ വില കൂടിയ കുങ്കുമപ്പൂ തൻ്റെ വീട്ടുമുറിയിൽ കൃഷി ചെയ്തു, ശീതീകരിച്ച മുറിയിൽ. അത് പല ലെയറായി കൃഷി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വാർത്ത കണ്ടു. ഈ ഒരു സാധ്യത കേരളത്തിനുണ്ട്. കേരളത്തിൽ ഹൈടെക് കൃഷിക്കുണ്ട്. ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരവസരം തന്നാൽ, നരേന്ദ്രമോദി ടീമിനെ കേരളം ഏൽപ്പിച്ചാൽ ഞങ്ങൾ ഹൈടെക് വ്യവസായം കൊണ്ടുവരും, ഹൈടെക് കൃഷി കൊണ്ടുവരും. ഞങ്ങളെ ഏൽപ്പിച്ചാൽ 1 കൊല്ലം കൊണ്ട് LDF UDF ഉണ്ടാക്കിയ 5 ലക്ഷം കോടിയുടെ കടം തീർത്തു കൊടുക്കും. കേരളത്തിന് വലിയ സാധ്യതയുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്തെ നമ്മുടെ വികസനം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നരേന്ദ്രമോദി തന്നെ അവിടെ വരുന്നുണ്ട്. അതൊരു ബാഴ്സലോണിയ നഗരം പോലെ ഈ തിരുവനന്തപുരം നഗരത്തെ മാറ്റണമെന്നാണ് ഞങ്ങൾ സ്വപ്നം. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാണ്ട് 4-5 മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒരത്ഭുതം നമ്മൾ 2026 പ്രതീക്ഷിക്കണ്ട. പക്ഷെ 2031 എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരവസ്ഥ? എന്തായിരിക്കും? അബ്ദുള്ള കുട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നയാളാണ്. പതിറ്റാണ്ടുകളായി എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ച ഒരാൾ എന്നുള്ള നിലയിൽ 2031 കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോഴും BJP ആണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത് CPM ആണ്. ആ CPMൻ്റെ അടിത്തറക്ക് ഇളക്ക് നട്ടിട്ടുണ്ട്. ബംഗാളിൽ തകർന്നതിനേക്കാൾ, ത്രിപുരയിൽ തകർന്നതിനേക്കാൾ വലിയ തകർച്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. 31 അത് പൂർത്തിയാവും. കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നമ്മുടെ മുമ്പിൽ പ്രകടമാകും. CPM വലിയ തോതിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. ഞങ്ങൾ ആ സ്ഥാനത്തേക്ക് BJP കടന്നു വരും. രാജീവ് ചന്ദ്രശേഖർ വളരെ ക്ലിയറായി പറഞ്ഞു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം UDFും NDAയും തമ്മിലായിരിക്കും. അപ്രസക്തമാവുകയാണ് LDF. നേരത്തെയൊക്കെ BJP കരുതിയിരുന്നത് കോൺഗ്രസ് ഇല്ലാതാകും, UDF ഇല്ലാതാകും, ഇവിടെ മത്സരം LDFും BJPയും തമ്മിലാകും. ആ ഒരു ചിന്ത മാറ്റിയത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൻ്റെ വോട്ടിംഗ് അടിത്തറ എന്ന് പറയുന്നത് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗം വളരെ കുറവായിരിക്കും. അപ്പം അവർ ഈ മുസ്ലിം പ്രകടനം കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിന് വലിയ ഭാവിയില്ല, CPMനും ഭാവിയില്ല,
ഇവിടെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസന സംസ്കാരത്തിനാണ്. കാരണം മോദിക്ക് ഒരു മതമേ ഉള്ളൂ, അത് വികസനമാണ്. മോദിക്കൊരു ജാതിയേ ഉള്ളൂ, അത് വികസനമാണ്. അത് അദ്ദേഹം തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന് പുതിയ തലമുറയുടെ പിന്തുണ കിട്ടും. കേരളവും മാറും, മാറാത്തത് ഇനി മാറും. ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്കും അദ്ദേഹം ഒരു ഒരു എന്താ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന്റെ ആൾ കൂടിയാണ്. അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വരവ് അത് പാർട്ടിയിൽ എങ്ങനെയാണ്, എന്തൊരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത് ശരിക്കും? രാജീവ് ചന്ദ്രശേഖർ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കേരളം പോലുള്ള വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു ജനങ്ങളെ നയിക്കാൻ കിട്ടി എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ കേരളത്തിന് അദ്ദേഹത്തിന് പൊക്കിൾക്കുടി കുഴിച്ചിട്ട് തൃശ്ശൂരാണ്, അവിടെ ജനിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസ് നമ്മുടെ തലശ്ശേരി പാറാലാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കൽ തലശ്ശേരിയിൽ പുതിയാപ്പിള എന്നാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. മോദിയുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ BJP നാഷണൽ ലീഡർഷിപ്പിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കാവ്യനീതി മനസ്സിലാക്കണമെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് BPL നമ്പ്യാരും ഒക്കെ കേരളം വിട്ട് ഓടിപ്പോയി ബാംഗ്ലൂരിൽ അഭയം പ്രാപിച്ചവരാണ്. കാരണം വ്യവസായികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. BPL നമ്പ്യാരായിരുന്നു തലശ്ശേരിക്കാരൻ. BPL നമ്പ്യാരായിരുന്നു നല്ല ക്യൂട്ട് ടെലിവിഷൻ ആദ്യം ഉണ്ടാക്കിയത്. ആദ്യം കെലക്ട്രോണാണ്. കെലക്ട്രോണിൻ്റെ വലിയ 10 പോലത്തെ വലിയ TV ആയിരുന്നു. ഒരു കുഞ്ഞ് TV ഉണ്ടാക്കിയത് BPL. അദ്ദേഹത്തിൻ്റെ ഫാക്ടറി പാലക്കാട്ടായിരുന്നു. അപ്പം അവിടെ ഒരു തൊഴിൽ തർക്കം ഉണ്ടാക്കിയിട്ട് INDC നേതാവുമായിട്ട് ചർച്ചയായിരുന്നു. അപ്പം വയലാർ രവിയാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ചർച്ചക്കിടയിൽ വയലാർ രവി, മഹാനായ വയലാർ രവി, അദ്ദേഹത്തിൻ്റെ ചോര തിളക്കുന്ന പ്രായത്തിൽ BPL നമ്പ്യാരുടെ കരണക്കുറ്റിക്കടിച്ചു. BPL നമ്പ്യാർ തൻ്റെ ഫാക്ടറി പൂട്ടി നേരെ ബാംഗ്ലൂരിലേക്ക് മാറി. ഒരുപക്ഷെ തൃശ്ശൂർ ജനിച്ച രാജീവ് ചന്ദ്രശേഖരൊക്കെ ഈ കേരളത്തിൽ വ്യവസായം തുടങ്ങേണ്ട ആളായിരുന്നു. പക്ഷെ അതിന് പറ്റിയ സ്ഥലമല്ല. പക്ഷേ നരേന്ദ്രമോദി ഒരുപക്ഷെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി ടീം ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ടാണെന്ന് അറിയില്ല, നിക്ഷേപ സൗഹൃദമല്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഒരു നിക്ഷേപ സൗഹൃദത്തിൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞയച്ചതുപോലെയാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് ഗുണം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് കുറിച്ച് ഇവർ പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല, മുണ്ടെടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കഥയില്ല. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലെ പച്ച മലയാളത്തിൽ ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നന്നായി മുണ്ടെടുക്കാനും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുണ്ട് മടക്കി കുത്താനും അറിയാമെന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മനസ്സിലാക്കേണ്ടതാണ്, രാഷ്ട്രീയത്തിൻ്റെ രീതിയും രൂപമൊക്കെ മാറി. മോദിജി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞത്, ഈ ബസ്സിന് കല്ലെറിയുക, പിക്കറ്റിംഗ് നടത്തുക, ഗറാവ് നടത്തുക, അല്ലെങ്കിൽ അക്രമസമരം നടത്തുക, അവരെ കൂട്ടത്തു നിന്നാണ് ലീഡർഷിപ്പ് ഉയർന്നു വരേണ്ടത് എന്നുള്ള ആ പഴഞ്ചൻ കാഴ്ചപ്പാടൊക്കെ മാറണം. അത് വെറുതെ മോദി ഞങ്ങളെ ഉപദേശിക്കുകയല്ല. മോദിക്കൊരവസരം കിട്ടിയപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് IIT പ്രൊഡക്റ്റാണ്, IAS കാരനാണ്, വലിയ ബിസിനസ്സുകാരനായിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ചാണ് അദ്ദേഹം ഇതിലേക്ക് വന്നിട്ടുള്ളത്. JNU പ്രൊഡക്റ്റാണ് നമ്മുടെ നിർമ്മല സീതാറാം. അതുപോലെ തന്നെ ജയശങ്കർ IFSകാരിലെ ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളും രാഷ്ട്രീയത്തിലേക്ക് വരണം. അപ്പം നമ്മൾ BJPയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും യങ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം ചൈനീസ് സൊസൈറ്റി ഒരു ജിറിയാറ്റിക് സൊസൈറ്റി എന്ന് പറയും. വൃദ്ധസദനം പോലെയാണ് ചൈന. കാരണം അവർ കുട്ടികളുണ്ടാകുന്നതൊക്കെ നിയന്ത്രിച്ചപ്പോൾ ഒരു കുട്ടി മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. അതെല്ലാം ആൺകുട്ടിയായി, പ്രസവിക്കാൻ ആളില്ല ഉണ്ടായിപ്പോയി. അങ്ങനെ ചൈന ഒരു ജിറിയാറ്റിക് സൊസൈറ്റി, ഒരു വൃദ്ധസമൂഹമായി മാറി എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. ചൈന അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഫലമായി വളരെ യങ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു വലിയ കേന്ദ്രമായിട്ടുള്ള ഈ നാട്ടിൽ അവരെ ആകർഷിക്കുന്ന ലീഡർഷിപ്പ് വേണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിതിൻ നബീൻ എന്ന് പറയുന്ന ആളെ നമ്മുടെ 45 വയസ്സുള്ള ആൾ
പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റ് ആക്കിയിരിക്കുകയാണ്. 5 തവണ ബീഹാറിലെ MLA ആണ്, വളരെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ടൊരു പദവിയിൽ ഒരു യങ് ആയിട്ടുള്ള ഒരാളെ അത് കാണിക്കുന്നത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി യഥാർത്ഥ ജനതാ പാർട്ടി ഈ സാധാരണ കാര്യകർത്താവിന് ഈ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റ് അല്ല വർക്കിംഗ് പ്രസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആവാം എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ കോൺഗ്രസ്സിൽ നെഹ്റു കുടുംബത്തിലുള്ള ആൾക്ക് അതിൻ്റെ നേതൃത്വത്തിൽ പ്രധാന ആളുകളെ മാറാൻ പറ്റത്തുള്ളൂ. മറ്റ് എല്ലാ രാഷ്ട്രീയ മുലായം സിംഗ്, മായാവതി എല്ലാവരും ആ കുടുംബാധിപത്യമുള്ള പാർട്ടിയായി മാറുകയാണ്. യഥാർത്ഥ ജനാധിപത്യ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളം മാറും, പിടിക്കും. കേരളം പിടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2031 അത് സംഭവിക്കും. അല്ല, അടുത്ത ഇലക്ഷനിൽ തന്നെ കേരളം ഭരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പൂതി. അത് നടക്കുന്നത് തോന്നുന്നത്. ഞങ്ങളെ പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ മുറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ ട്രോൾ ചെയ്യുന്നു. പക്ഷേ കേരളം BJP ഭരിച്ചാലേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ ഞങ്ങളെ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. കണ്ണൂരിൽ ഉൾപ്പെടെ കണ്ണൂർ എന്ന് പറയുന്നത് ഒരു CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഇപ്പം അതല്ല. CPM-നോടുള്ള ആളുകൾക്ക് അവരുടെ ജാഥക്ക് പോകുന്ന ആളുകൾ പോലും അവർക്കെതിരാണ്, അവർക്ക് വോട്ട് ചെയ്യുന്നില്ല. അതാണ് സ്ഥിതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ ഈ 10 വർഷത്തെ 9.5 വർഷത്തെ ഭരണം നമ്മൾ വിലയിരുത്തുമ്പോൾ അടിസ്ഥാന മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ പിണറായി വിജയനെ എങ്ങനെയാണ് AP അബ്ദുള്ളക്കുട്ടി വിലയിരുത്തുക? പിണറായി വിജയൻ എന്ന് പറയുന്നത് മാത്രമല്ല, ഇവിടുത്തെ മോദി എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ ഒരു അല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിസവും മനസ്സിലാക്കിയിട്ടില്ല, ആധുനിക ജനാധിപത്യവും മനസ്സിലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എങ്ങനെ ഇത്രയും വലിയ നേതാവായി എന്ന് പറയുന്നത് കയ്യൂക്കുള്ള കാര്യക്കാരൻ എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു തലത്തിലാണ് അയാൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ അയാൾ ഉയർന്നു വന്നതെല്ലാം ആ വിധത്തിലാണ്. ഇപ്പം തലശ്ശേരി, പാനൂരൊക്കെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിൽ കുറച്ച് ഗുണ്ടായിസൊക്കെ കലർത്തി ഇപ്പം അത് കൊട്ടേഷൻ മാഫിയ സംഘത്തിലെത്തി നിൽക്കുന്ന ഒരു ഗ്യാങ്ങിൻ്റെ അതിന് ജയരാജന്മാരൊക്കെ ഉപയോഗിച്ച് അവരിലൂടെയാണ് VS വഴി അദ്ദേഹം ലീഡർഷിപ്പിലേക്ക് എത്തിയത്. വളഞ്ഞ വഴിയാണ് അദ്ദേഹം ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു അർത്ഥത്തിലുള്ള കുറേ പോരായ്മകൾ പിണറായി വിജയനുണ്ട്. അതാണ് ഇന്ന് CPM അനുഭവിക്കുന്നത്. CPM-ൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസവും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല, ജനാധിപത്യം മനസ്സിലാക്കിയിട്ടില്ല. ജനാധിപത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗോവിന്ദ മാഷ്, വലിയ താത്വികാചാര്യനുള്ള ഗോവിന്ദ മാഷ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിട്ട് പറയോ ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയോ? ഇത് എന്ത് വിലയിരുത്തലാണ്? പിണറായി വിജയൻ്റെ മുമ്പിൽ ഭരണവിരുദ്ധമായ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള നട്ടലുള്ള ഒരു സെക്രട്ടറി മെമ്പറില്ല. ഒരു പാർട്ടിയുടെ പതനം ഇത് സ്റ്റാലിൻ്റെ യുഗത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ പതനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏകാധിപതിയായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. ഈ ആരൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് വരാൻ പോകുന്നു. ശശി തരൂർ, K സുധാകരൻ, ഇവരൊക്കെ EP ജയരാജൻ, ഇവരൊക്കെ ഏതെങ്കിലും സാധ്യതയുണ്ടോ BJP-യിലേക്ക് വരാൻ? EP ജയരാജൻ വലിയ ശ്രമം നടത്തിയെന്ന് താങ്കൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അല്ല, ശശി തരൂരിൻ്റെ നിലപാടുകൾ വളരെ ദേശസ്നേഹ പ്രചോദിതമാണ്. വരും. അദ്ദേഹം നമ്മളെ കൂടെ വരുന്നതാണ് അദ്ദേഹത്തിനും ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ നല്ലത്. കാരണം ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ഗ്ലാമർ താരമാണ്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഈ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടി അദ്ദേഹത്തെ ഒരു മൂലക്കാക്കിയിരിക്കുകയാണ്. ആ മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമെന്നാണ്. കാരണം ഈ രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിന് ശശി തരൂരിന് ആവശ്യമുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ആശയവിനിമയങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, അതിനെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടാണ്
ഈ തിരുവനന്തപുരത്തെ വിജയത്തിൽ അതൊരു ഘടകമായിട്ടുണ്ടോ? ശശി തരൂരിന്റെ ആ ഒരു നരേന്ദ്രമോദിക്ക് അനുകൂലമായ, കേന്ദ്രത്തിന് അനുകൂലമായ ഒരു നിലപാട് അത് തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചിട്ടുണ്ടോ ശരിക്കും? അല്ല, എല്ലാ ആ, അഭിപ്രായങ്ങളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമല്ലോ. ഇപ്പോൾ ശശി തരൂർ ആ, ആ, ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് ദേശസ്നേഹികളെ ആവേശം കൊള്ളിക്കുന്ന, രോമാഞ്ചം കൊള്ളിക്കുന്നതാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം. ഒരു ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനും ചിന്തകനും ആയിട്ടുള്ളൊരു മനുഷ്യൻ നരേന്ദ്രമോദിയുടെ നിലപാടിനെ അനുകൂലിക്കുമ്പോൾ തീർച്ചയായും അത് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കും. ഈ കെ സുധാകരൻ, താങ്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു നേതാവാണ് കെ സുധാകരൻ. കെ സുധാകരനുമായി ഇപ്പോഴും ആ അടുപ്പം പുലർത്തുന്നുണ്ടോ? എന്തെങ്കിലും സാധ്യതകളുണ്ടോ കെ സുധാകരന് ഏതെങ്കിലും ചാഞ്ചാട്ടം വരാനുള്ള സാധ്യതകളൊക്കെ? കെ സുധാകരനും പി ജയരാജനും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ലൊരു വിഭാഗം ബഹുജനങ്ങൾ ഈ കാലഹരണപ്പെട്ടു പോയോ അവരൊക്കെ? നമുക്ക് നല്ല യങ് ലീഡർഷിപ്പിലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും, മറ്റു പാർട്ടികളിൽ നിന്ന് വരും. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വരും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വളരെ ശ്രദ്ധേയമായ താരങ്ങൾ നമ്മുടെ കൂടെ തിരഞ്ഞെടുക്കണം. ഒരു നല്ല ഒരു ടീമായിട്ടായിരിക്കും ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകളും മാറ്റങ്ങളും സൃഷ്ടിക്കും. ഈ പി ജയരാജന്റെ കാര്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? പറയാൻ ബാക്കി വെച്ചത് എന്താണ് ശരിക്കും? ഒന്നുമില്ല ബാക്കി വെച്ചത്. ഞാൻ പറയേണ്ടതെല്ലാം അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു നീക്കം നടന്നിരുന്നു, പുതുതായി ഒന്നും പറയാനില്ല. നീക്കം നടന്നിരുന്നു എന്തായാലും, പുതുതായി ഒന്നും പറയാൻ. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നത് വളരെ വിശദമായി പി അബ്ദുള്ളക്കുട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളം പാകപ്പെട്ട മണ്ണാണ് എന്നത് അടയാളപ്പെടുത്തും. 2031 ഇവിടെ CPM എന്ന പാർട്ടി ഇല്ലാതാകും. കേരളവും ബംഗാളും ത്രിപുരയിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അതുപോലെ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് പി അബ്ദുള്ളക്കുട്ടി നൽകിയത്. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അത് 2026 പ്രകടമാകും. 2031 അത് പ്രതിഫലിക്കുകയും ചെയ്യും എന്നാണ് പി അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് അത് ഏവരും ചർച്ച ചെയ്യുന്നതാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം പല ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രതീക്ഷക്കൊത്ത ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലാണ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി BJPക്ക് ഉണ്ടായത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച അവിടെ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ തിരുത്തി 2026 BJP മുന്നോട്ട് വരും. അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം പിന്നീട് മാറ്റത്തിന്റെ സൂചനയായിരിക്കും. ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ മാറ്റിക്കാണിക്കും എന്നാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് പി അബ്ദുള്ളക്കുട്ടി നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ BJPയെ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തി ഒരു ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് അങ്ങനെയല്ല. BJP ഒരു ദേശീയതയിൽ ഊന്നിയ ഒരു പാർട്ടിയാണ്. ദേശീയത എന്നത് ഹിന്ദുത്വമല്ല, അത് ഈ രാജ്യം എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ രീതിയിലാണ് പി അബ്ദുള്ളക്കുട്ടി അതിനെയും വിശദീകരിച്ചത്. എന്തായാലും കണ്ണൂർഷ്യൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. പി അബ്ദുള്ളക്കുട്ടി എന്ന നേതാവ് വളരെ വിശദമായി തന്നെ, വളരെ താത്വികമായി തന്നെ ഈ കാര്യങ്ങൾ BJP എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ പാർട്ടി വളരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് പള്ളിക്കുന്നിൽ ഉണ്ടായ വിജയം. ആദ്യം പള്ളിക്കുന്നിൽ, അവിടെ നിന്നും 4 ഡിവിഷനിലേക്ക് കണ്ണൂർ കോർപ്പറേഷനിൽ, അവിടെയൊക്കെ പി അബ്ദുള്ളക്കുട്ടി എന്ന നേതാവ് അവരുടെ സാധാരണ പ്രവർത്തകനെ പോലെ ഓരോ വീട്ടിലും കയറി പ്രവർത്തിച്ചു. ഈ കണ്ണൂരിലെ പാർട്ടിക്കൊപ്പം പി അബ്ദുള്ളക്കുട്ടിയുടെ ഒരു സേവനവും ലഭിച്ചു. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നാം ആ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്തായാലും കണ്ണൂർഷ്യൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.